നമ്മുടെ ഇന്നത്തെ പഠനത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കുന്നത് 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളും 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ 2 ഭാഗങ്ങളും കോർത്തിണക്കിയാണ് നമ്മുടെ ഇന്നത്തെ പഠനം നമ്മൾ ക്രമീകരിക്കുന്നത്. 2 ഭാഗങ്ങളാണ്. ഒന്ന് എന്നോട് ചേർന്ന് പറയുക. 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 9 വരെ. രണ്ടാമത്തേത് 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 1 മുതൽ 9 വരെ. ഈ അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദാവീദ് ഇപ്പോൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ പേരേതാണ്? ഹെബ്രോൻ. ഹെബ്രോനിൽ എങ്ങനെ ദാവീദ് വന്നു, എങ്ങനെയാണ് അവിടെ ദാവീദ് പ്രവർത്തിച്ചത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഹെബ്രോനിൽ ദാവീദ് എത്തപ്പെട്ടതിന് ശേഷം ആദ്യമായി ദാവീദിനെ തേടി മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളിലെ മൂപ്പന്മാരും പ്രധാനപ്പെട്ട വ്യക്തികളും അടുക്കൽ വരികയാണ്. അടുക്കൽ വന്ന് ദാവീദിനോട് ഉടമ്പടി ചെയ്യുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ കഴിഞ്ഞ അധ്യായത്തിൽ ദാവീദിനെ സമീപിച്ചിരുന്നു. ആരാണെന്ന് ഓർമ്മയുണ്ടോ? ആരാണ്? അബ്നേർ. ആരുടെ സൈന്യാധിപനായിരുന്നു? ഈഷ്ബോശത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ആരാണ്? അബ്നേർ. അങ്ങനെ അബ്നേർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയി മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളിലെ മൂപ്പന്മാരോടെല്ലാം സംസാരിച്ച് നമുക്കൊരുമിച്ച് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അബ്നേറിനെ ആര് കൊന്നുകളഞ്ഞു? സെരൂയയുടെ 2 മക്കൾ ചേർന്ന് കൊന്നുകളഞ്ഞു. അങ്ങനെ ഇപ്പോൾ ചിത്രത്തിൽ ആരില്ല? അബ്നേറില്ല. എന്നാൽ ബാക്കിയുള്ള മൂപ്പന്മാരെല്ലാവരും ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ദാവീദിനോടുള്ള സംഭാഷണമാണ് നമ്മൾ വായിക്കുന്നത്. അവർ വന്ന് ദാവീദിനോട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴൊക്കെയും നായകനായി ഇസ്രായേലിൽ നടത്തിയത് നീ ആയിരുന്നു. ദാവീദിനോട് അവർ നേരിട്ട് സംസാരിക്കുകയാണ്. നിന്നെ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ശൗൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം നിന്നിലായിരുന്നു. നിൻ്റെ പ്രാപ്തിയിലും കഴിവിലും ദൈവം നിന്നെ നയിച്ചത് കൊണ്ടുമാണ് നീ ശൗൽ രാജാവിൻ്റെ കാലത്ത് ഈ രാജ്യത്തെയും ഞങ്ങളെയും മുന്നോട്ട് നയിച്ചത്. അതിനാൽ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമുണ്ട്. ഇത് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഇവർ തമ്മിൽ ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തതിന് ശേഷം ദാവീദ് ഹെബ്രോനിൽ യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. 3-ാമത്തെ വാക്യം, അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാവാകുമെന്ന് ആദ്യം പറഞ്ഞ് അഭിഷേകം ചെയ്തത് ആരായിരുന്നു? ശമൂവേലായിരുന്നു. എന്നാൽ അപ്പോൾ രാജാവായോ? ഇല്ല. അതിന് കുറേ കാലങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ആദ്യം രാജാവായത് ഏത് ഗോത്രത്തിലാണ്? യഹൂദ ഗോത്രത്തിൻ്റെ പോയി അതിനടുത്തുള്ള ഏത് സ്ഥലം? ഹെബ്രോനിൽ പോയാണ് രാജാവായത്. എന്നാൽ എല്ലാ ഇസ്രായേലിനും രാജാവായിട്ടില്ല. അപ്പോൾ ബാക്കി ഗോത്രങ്ങളും കൂടെ ചേർന്ന് ഒരുമിച്ച് 12 ഗോത്രങ്ങൾക്കും ഇപ്പോൾ ദാവീദ് രാജാവായി. രാജാവായി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രാമത്തെ വയസ്സിലാണ് ദാവീദ് രാജാവായത്? എത്രാമത്തെ വയസ്സിലാണ്? 30-ാമത്തെ വയസ്സിലാണ് ദാവീദ് രാജാവായത്. എത്ര വർഷം ദാവീദ് രാജാവായിരുന്നു? എല്ലാം കൂടി 40 വർഷം. അതിൽ 7 വർഷവും 6 മാസവും എവിടെയാണ് രാജാവായിരുന്നത്? ഹെബ്രോനിൽ യഹൂദയ്ക്ക് രാജാവായിരുന്നു. ബാക്കി 33 വർഷം എല്ലാ ഇസ്രായേലിനും രാജാവായി ഇരുന്നു. അങ്ങനെ നമ്മൾ നോക്കിയാൽ എല്ലാം കൂടെ എത്ര വർഷമാണ്? 40 വർഷം, അല്ലെങ്കിൽ 40 വർഷവും 6 മാസവും നമുക്ക് പറയാം. റൗണ്ട് ചെയ്ത് എത്ര വർഷം എന്ന് പറയാം? 40 വർഷം ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. മുഴുവൻ ഇസ്രായേലിനും 33 വർഷവും. കുറച്ച് ഭാഗത്തിന്, അതായത് ഹെബ്രോനിൽ മാത്രം എത്ര കാലം ഉണ്ടായിരുന്നു? 7 വർഷവും 6 മാസവും. അപ്പോൾ ഇത്രയും ചരിത്രമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പ്രധാനമായിട്ടും ശ്രമിക്കേണ്ടത്. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിൻ്റെ പൂർണ്ണ രാജ അധികാരത്തിലേക്ക് ദാവീദ് എത്തപ്പെട്ടു. പൂർണ്ണ രാജ അധികാരത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കാലം താമസിച്ച സ്ഥലം ഏതാണ്? ഹെബ്രോനാണ്.
എന്നാൽ ഇനി രാജ്യത്തിന് ഒരു തലസ്ഥാനം ഉണ്ടാകണം. രാജ്യം ഭരിക്കണമെങ്കിൽ രാജ്യത്തിനൊരു തലസ്ഥാനം ഉണ്ടാകണം. ഈ തലസ്ഥാനമാണ് അടുത്ത് ക്രമീകരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം ഉണ്ടായി, അടുത്ത് വേണ്ടത് എന്താണ്? രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള രാജ്യ തലസ്ഥാനം. ഈ രാജ്യ തലസ്ഥാനം ക്രമീകരിക്കുന്നതാണ് അതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നത്. ശൗല് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്നു. ശൗല് തൻ്റെ തലസ്ഥാന നഗരമായി സ്വീകരിച്ചത് ഗിബയ എന്ന സ്ഥലമാണ്. ഗിബയ കേട്ടിട്ടുണ്ടോ? ഗിബയ എന്ന സ്ഥലം ശൗൽ ഏത് ഗോത്രക്കാരനാണ്? ഏത് ഗോത്രമാണ് ശൗൽ? ഏത് ഗോത്രം? ബെന്യാമിൻ ഗോത്രം. ബെന്യാമിൻ ഗോത്രത്തിന് അവകാശമായി കൊടുത്ത സ്ഥലത്തിനുള്ളിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് ഗിബയ. അതുകൊണ്ടാണ് ദാവീദ് ആ സ്ഥലത്ത് പോയി കസേര ഉറപ്പിക്കാനും ആ സ്ഥലം തൻ്റെ തലസ്ഥാന നഗരിയാക്കാനും ദാവീദ് ശ്രമിച്ചില്ല. ഗിബയ എന്നത് ശൗൽ രാജാവ് രാജ്യ തലസ്ഥാനമായി സ്വീകരിച്ചിരുന്ന സ്ഥലമായിരുന്നു. ദാവീദ് അങ്ങോട്ട് പോയില്ല. കാരണം എന്തായിരിക്കും? അവരുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വേണ്ട, അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം എന്നൊരു കാര്യമാണ് ദാവീദിന് പിന്നിലുണ്ടാകുന്ന ചിന്തയിൽ ദൈവം കൊടുത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് ദൈവത്തിൻ്റെ മക്കളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനായി ആഗ്രഹിക്കുന്നത്. അത് ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങൾ തന്നെ ആയിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവ സാന്നിധ്യം കുറഞ്ഞ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യത കുറവായതുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും കൊണ്ടുപോയി നിർത്തി കൊടുക്കാറില്ല. ദൈവ സാന്നിധ്യമുള്ള, ദൈവം ഏറ്റവും വിശുദ്ധമായി കരുതുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം കൊണ്ടു നിർത്തും. ആ സ്ഥലങ്ങളിലൂടെ ദൈവം അവരെ ഏറ്റവും മികച്ച രീതിയിൽ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. അതുകൊണ്ടാണ് ദാവീദ് ശൗൽ രാജാവ് തലസ്ഥാന നഗരിയായി കണ്ടിരുന്ന ഗിബയയിൽ തലസ്ഥാന നഗരമുണ്ടാക്കാതെ ദൈവം വിശുദ്ധീകരിച്ച ഒരു പുതിയ സ്ഥലത്തേക്ക് തൻ്റെ തലസ്ഥാന നഗരം, രാജാധികാരം ഉറപ്പിക്കുന്നതിൻ്റെ അടയാളമായി സ്വീകരിക്കാനായി തയ്യാറായത്. അങ്ങനെ ഒരു പുതിയ തലസ്ഥാന നഗരം സ്വീകരിക്കുകയാണ്. ഈ നഗരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 5-ാമത്തെ വാക്യം കഴിയുമ്പോൾ, രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. എങ്ങോട്ടാണ്? യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ആരാണ് യെബൂസ്യർ? യെബൂസ്യർ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണ് നോഹയുടെ മക്കൾ? ഷേം, ഹാം, യാഫത്ത്. നോഹയ്ക്ക് 3 മക്കളുണ്ട്. 3 മക്കളുടെ പേരാണ് ഷേം, ഹാം, യാഫത്ത്. ഇതിൽ ഹാമിൻ്റെ മകൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? കനാൻ. ഹാമിൻ്റെ മകൻ്റെ പേരാണ് കനാൻ. കനാൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ, നല്ല സ്വഭാവമല്ല. അപ്പൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഹാമിൻ്റെ സ്വഭാവവും നല്ല സ്വഭാവമല്ല. അപ്പോൾ ഹാമിൻ്റെ മകനാണ് കനാൻ. ഇനി നിങ്ങൾ വായിച്ച് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 15-ാം വാക്യം. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, 2-ാമത്തെ മകൻ ഹേത്ത്, 3-ാമത്തെ മകൻ്റെ പേരാണ് യെബൂസ്യൻ. അപ്പോൾ കനാൻ്റെ 3-ാമത്തെ മകൻ്റെ പേരാണ് ആര്? യെബൂസ്യൻ. മനസ്സിലായല്ലോ? അതിൻ്റെ റൂട്ട് മനസ്സിലായല്ലോ? ആരാണ് കനാൻ? ഹാമിൻ്റെ മകൻ. ഹാം ആരുടെ മകനാണ്? നോഹയുടെ മകൻ. ഹാം ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൻ്റെ നഗ്നതയെ മറയ്ക്കാതെ അപ്പനെ സഹോദരങ്ങളുടെയും മറ്റുള്ളവരുടെയും മുൻപിൽ എങ്ങനെ നികൃഷ്ടനായി കാണിച്ച ഒരു മകനാണ് ഹാം. ആ ഹാമിൻ്റെ മകനാണ് കനാൻ. ഈ കനാൻ്റെ മക്കളിൽ ഒരാളാണ് യെബൂസ്യൻ. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് യെബൂസ്യർ എന്ന് ചോദിച്ചാൽ കനാൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് യെബൂസ്യർ. ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ മക്കളെ ദൈവം ഏത് ദേശത്ത് കൊണ്ടുവരികയാണ്? കനാൻ ദേശത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ കനാന്യർ പാർത്തിരുന്ന ഒരു സ്ഥലമാണേത്? കനാൻ ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ അവിടെ ഈ കനാൻ്റെ മക്കൾ പല സ്ഥലങ്ങളിലായിട്ട് പാർത്തിരുന്നു. കനാൻ്റെ മക്കൾ യെബൂസ്യർ മാത്രമല്ല, പിന്നെ നമ്മൾ വായിക്കുന്നു പെരീസ്യറുണ്ട്, ഗിർഗാഷ്യറുണ്ട്, ഹിവ്യറുണ്ട്, സീനിയർ, കുറേ പേരുണ്ട്. ഇവരിങ്ങനെ തിക്കി നിറഞ്ഞിരുന്ന പ്രദേശങ്ങളാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ അവിടെ വന്നിട്ട് ദൈവം 12 ഗോത്രങ്ങൾക്ക് ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ സ്ഥലം പോയി താമസിക്കണം, അവിടെ ഉള്ളവരോട് ഇടപഴകരുത്, അവിടെയുള്ളവരെ മാറ്റിക്കളയണം. അങ്ങനെ അവരെ മാറ്റി ഓരോ സ്ഥലങ്ങൾ ദൈവം അനുവദിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ അവർ താമസിച്ചു. എന്നാൽ യഹൂദ ഗോത്രത്തിന് താമസിക്കാനായി ദൈവം അനുവദിച്ചു കൊടുത്ത സ്ഥലത്തോട് ചേർന്നാണ് ഇവർ താമസിച്ചിരുന്നത്. ആര്? യെബൂസ്യർ താമസിച്ചിരുന്നത്. ഇവരെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇവർ ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ്. മാനുഷിക ശക്തി കൊണ്ട് ഇവരെ അവിടെ നിന്നും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ പറയാം, ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയിട്ട് 12 ഗോത്രങ്ങൾക്കും ഓരോരോ സ്ഥലങ്ങളല്ല, ഒന്നിലധികം സ്ഥലങ്ങളാണ്, ഓരോ പ്രദേശങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. അവിടെ മുൻപ് താമസിച്ചിരുന്ന ആൾക്കാരെ മാറ്റിയിട്ട് അവിടെ താമസിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവരെ എന്ത് ചെയ്തിട്ടില്ല? മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് വായിക്കാം. ജോഷുവ 15-ാം അധ്യായം 63-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം എടുത്തോ, വായിക്കാം. ജെറുസലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോട് കൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. അപ്പോൾ ദാവീദ് ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? യഹൂദയോട് ചേർന്ന ഏത് സ്ഥലത്താണ്? ഹെബ്രോൻ. ഈ ഹെബ്രോൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശമാണ് ഏത്? യെബൂസ്യരുടെ പട്ടണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആർക്ക് അവകാശമായി കൊടുത്തിരുന്ന സ്ഥലമാണ്? ഏത് ഗോത്രത്തിനാണ്? യഹൂദ ഗോത്രത്തിന്. അവർക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? മാറ്റാനായിട്ട് പറ്റിയില്ല. ആ ലാൻഡിൽ നിന്ന് അവരെ മാറ്റാനായിട്ട് പറ്റിയില്ല. ഇവരും അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? അവിടെ വസിക്കുകയാണ്. അപ്പോൾ അവർക്ക് മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി ഒരു ഭാഗം കൂടി നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ശൗൽ ഏത് ഗോത്രക്കാരനായിരുന്നു? ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. ഇനി ആ ഗോത്രത്തെക്കുറിച്ച് പറയുകയാണ്. ന്യായാധിപന്മാർ 1:21. ബെന്യാമീൻ മക്കൾ എവിടെ പാർത്തു? യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. അതായത് ബെന്യാമീൻ ഗോത്രത്തിനും ആർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഇവർക്കെതിരെ, യെബൂസ്യർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. യെബൂസ്യർ ഇന്നുവരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു. അപ്പോൾ ഈ ബെന്യാമീന്യരുടെ ഇടയിലും ആരുണ്ട്? യെബൂസ്യരുണ്ട്. അവരെന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. ദേ ആർ സോ പവർഫുൾ. അവർ അത്രയും ശക്തരും ധീരരുമാണ്. അവരെ അങ്ങനെ മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാവീദ് തൻ്റെ തലസ്ഥാന നഗരം ദൈവം പറഞ്ഞ ഒരു സ്ഥലത്ത് ക്രമീകരിക്കാനായി ആഗ്രഹിക്കുമ്പോൾ ഏത് സ്ഥലമാണ് സ്വീകരിക്കുന്നത്? ആരെക്കൊണ്ടും മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ദൈവം അവന് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അതായത് മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഇവരെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. മനുഷ്യൻ എത്ര വിചാരിച്ചാൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കും ഇവരെ തൊടാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ദൈവം ദാവീദിനെ കൊണ്ടുചെന്ന് ആക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഈ സ്ഥലത്താണ് നിൻ്റെ തലസ്ഥാന നഗരം പണിയേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? മനുഷ്യനെ കൊണ്ട് കഴിയാത്ത വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവം ചില സമയത്ത് നമ്മളെ മുന്നിൽ കൊണ്ട് നിർത്തും. മനുഷ്യൻ അപ്രാപ്യമെന്ന് കരുതുന്ന, മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത, മനുഷ്യനെ വിചാരിച്ചാൽ ഒരു കാരണവശാലും അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് അയച്ച് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കും. അതിന് ദൈവം നമ്മളെ ആഗ്രഹിക്കുകയാണ്. ദൈവം നോക്കുന്നത് വിശ്വസ്തനായ ഒരു മനുഷ്യനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ദേശം ദൈവത്തിന് അവകാശപ്പെട്ട ഒരു സ്ഥലമാക്കി ദൈവത്തിന് മാറ്റി വിശുദ്ധീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിന് പണിതെടുക്കാനായിട്ട് കഴിയും. അതിന് ദൈവം ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ പറയുന്നത് പോലെ നീ എന്നോട് ചേർന്ന്
എൻ്റെ ആഗ്രഹം പോലെ എന്നോട് ചേർന്ന് നിൽക്കാമോ എന്നൊരു ആഹ്വാനമാണ്. അതിന് ദാവീദ് പറഞ്ഞതുപോലെ ശരി എന്ന് പറഞ്ഞാൽ ദൈവം വലിയ പദ്ധതികളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. നിങ്ങൾ നോക്കുക, മറ്റാർക്കും ഇവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും ശക്തരാണ്, അതിശക്തരാണ്. ദാവീദ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദാവീദിൻ്റെ കൂടെയുള്ളവരെ ഇവർ കളിയാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദാവീദിനെ തോൽപ്പിക്കാനായി ആര് മതി എന്ന് പറയുകയാണ് ഇവർ. കുറച്ച് കുരുടരും മുടന്തരും മതി ദാവീദിനെ തോൽപ്പിക്കാൻ കളിയാക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവിടെയുള്ള കുരുടരും മുടന്തരും പോലും അത്ര ശക്തരാണ്. അവർ മതി ആരെ തോൽപ്പിക്കാൻ? ദാവീദിനെ തോൽപ്പിക്കാൻ. അവരത്രയും ധൈര്യത്തോടെ ഇത് പറയണമെന്നുണ്ട് എങ്കിൽ അവർക്കുള്ളിൽ എന്തുണ്ട്? അവർക്കുള്ളിൽ ഒരു പ്രൈഡുണ്ട്, ഒരു അഹങ്കാരമുണ്ട്. ഒരിക്കലും ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു മനോഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യൻ പറ്റില്ല എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും ദൈവം വിചാരിച്ചാൽ ആ കാര്യം നടത്തിയെടുക്കുന്നത് വളരെ ഈസിയാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ വെറുതെ അങ്ങ് നിന്നു കൊടുത്താൽ മതി. യുദ്ധം ദൈവം ചെയ്യും. ആര് ഏത് പ്രതികൂലമുണ്ടാക്കിയാലും, ആര് എന്ത് തടസ്സം ഉണ്ടാക്കിയാലും, പ്ലാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കും. ദൈവത്തിന് മുന്നിൽ നിർത്താനായിട്ട് ഒരാൾ മാത്രം മതി. എത്ര വലിയ തടസ്സം വന്നാലും ആ തടസ്സത്തെ ദൈവം അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യൻ പലപ്പോഴും നമ്മളടുത്ത് പറയും പറ്റില്ല, മനുഷ്യൻ ആശ്രയിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റില്ല. ഈ ലോകം നമ്മളോട് പറയും പറ്റില്ല. ചിലപ്പോൾ ഈ ലോകം നമ്മളോട് വെല്ലുവിളിക്കും, നമ്മളോട് പറയും കഴിയുമെങ്കിൽ ജയിച്ച് കാണിക്കുന്നു പറയും, കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് പറയും. പക്ഷേ ദാവീദ് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവത്താൽ ഞാനിതിനെല്ലാം അതിജീവിക്കും. ദാവീദ് എന്തെങ്കിലും ചെയ്തോ? ദാവീദ് സിമ്പിളായി എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഒരു മറുപടിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു. അതാണ് നമ്മൾ 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങോട്ട് പോകുകയാണ്. അപ്പോൾ ഈ യെബൂസ്യർ ഇപ്പോൾ താമസിക്കുന്ന പട്ടണത്തിൻ്റെ പേരേതാണ്? യെരുശലേം. ഇതാണ് പിന്നീട് ദാവീദിൻ്റെ പട്ടണമെന്ന് അറിയപ്പെടും. ദാവീദ് പിടിച്ചടക്കി. അപ്പോൾ ഇത് ആരുടെ പട്ടണമായി? ദാവീദിൻ്റെ പട്ടണമായി മാറി. അങ്ങോട്ട് പോകുമ്പോൾ ദാവീദിനെ കളിയാക്കുന്നുണ്ട് 1 ദിനവൃത്താന്തം 11-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ദാവീദ് പറഞ്ഞു 6-ാമത്തെ വാക്യത്തിൽ, ആരെങ്കിലും യെബൂസ്യരെ ആദ്യം തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ ആരാക്കും? രാജ്യത്തിൻ്റെ സേനാധിപതിയും തലവനുമാക്കുമെന്ന് പറഞ്ഞു. ഒരു ഓഫർ കൊടുക്കുകയാണ്. മനസ്സിലായോ? ഒരു ഓഫർ കൊടുത്തു. ആരെങ്കിലും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഇവരെ തോൽപ്പിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി തോൽപ്പിച്ചിട്ട് വന്നാൽ അവന് ഞാൻ രാജ അധികാരത്തിന് കീഴിൽ ഞാൻ അധികാരം കൊടുത്തോളാമെന്ന് ആര് പറഞ്ഞു? ദാവീദ് പറഞ്ഞു. അങ്ങനെ ആര് പോയി? യോവാബ്. യോവാബ് ആരുടെ മകനാണ്? സെരൂയ. അറിയാമല്ലോ, സെരൂയ ആരാണ്? ദാവീദിൻ്റെ സഹോദരിയാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിശക്തരും ധീരരുമായ 3 മക്കളാണ് ഇവർ 3 പേരും. അതിലൊരാളാണ് യോവാബ്. യോവാബ് പറയുകയാണ് ഞാൻ പോകും, ഞാൻ ജയിക്കും. അങ്ങനെ യോവാബ് പോയി അവരെന്ത് ചെയ്തു? നശിപ്പിച്ചു. എന്ത് മനസ്സിലായി? ആർക്കും പറ്റാത്തത് എന്തുകൊണ്ട് യോവാബിന് കഴിഞ്ഞു? യോവാബിനോട് കൂടെ ആരുണ്ടായിരുന്നു? ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളോട് കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ മനുഷ്യൻ പറ്റില്ല എന്ന് പറയുന്ന ഏത് കാര്യങ്ങളും നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. ജയിക്കുന്നവന് ദൈവം അതിൻ്റെ റിവാർഡും കൊടുക്കും. ജയിക്കുന്നവന് റിവാർഡ് കൊടുക്കാതെ വെറുതെ വിടുന്നതല്ല ദൈവത്തിൻ്റെ രീതി. യോവാബ് ദാവീദിനു വേണ്ടി യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ ദൈവം അനുവദിച്ച ഇസ്രായേലിൻ്റെ സൈന്യാധിപനും അധിപതിയും എന്നുള്ള പദവി ദൈവം യോവാബിന് ദാവീദിലൂടെ നൽകിയെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ വിശ്വസ്തയോടുകൂടെ നിന്നു കഴിഞ്ഞാൽ ആ വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം നൽകും. ദൈവം വെറുതെ നമ്മെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസ്തരായി നിന്നു കഴിഞ്ഞാൽ ആ വിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിന്ന് ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും കൃത്യമായി ദൈവം പ്രതിഫലം തരും. ആ പ്രതിഫലം ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ ദാവീദിന് വേണ്ടി ആ യുദ്ധം ആര് ചെയ്തു? യോവാബ് ചെയ്തു. യോവാബ് അങ്ങനെ ദാവീദിൻ്റെ ഈ ഒരു നഗരം
പിടിച്ചടക്കി. കേട്ടോ? അപ്പോൾ ഇത്രയും സംഭവം മനസ്സിലായല്ലോ. നമ്മൾ ജെറുസലേം പട്ടണം പിടിച്ചടക്കുകയാണ്. ജെറുസലേം പട്ടണത്തിൽ ഇപ്പോൾ താമസിക്കുന്ന ആരാണ്? യെബൂസ്യർ. അവരെ കാലാകാലങ്ങളായി ബെന്യാമീൻ ഗോത്രക്കാർക്ക് കീഴടക്കാൻ പറ്റിയിട്ടില്ല, യഹൂദ ഗോത്രക്കാർക്ക് കീഴടക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാവീദ് അവരെ കീഴടക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ പറയുന്നു, കുരുടരും മുടന്തരും മതി നിന്നെ തടഞ്ഞു നിർത്താനായി. അങ്ങനെ കളിയാക്കുകയാണ്. ചിലപ്പോൾ നമുക്കിതുപോലത്തെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കളിയാക്കലും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ മറ്റുള്ളവരുടെ പരിഹാസത്തിന് മുന്നിലും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോഴും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, യഹോവ നമുക്ക് തുണയാണെങ്കിൽ, ദൈവം നമ്മുടെ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു നിന്ദയും ഒരു പരിഹാസവും നിങ്ങൾക്ക് ഏൽക്കുകയുമില്ല. എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ പരിഹാസപാത്രമായത്, അവിടെ ദൈവം അവരുടെ മുൻപിൽ ജയത്തോടെ നിങ്ങളെ നിർത്തും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. നിന്ദിച്ചവരുടെ മുൻപിൽ മാനിച്ച് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ എവിടെയാണ് നിന്ദിക്കപ്പെട്ടത്, അവിടെ ദൈവം ദാവീദിനെ മാനിച്ചു. ദാവീദ് യുദ്ധം ജയിച്ചു. അങ്ങനെ ഈ സ്ഥലത്ത് ദാവീദ് എത്തി, പട്ടണത്തിനുള്ളിൽ പ്രവേശിച്ചു. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സിയോൻ. സിയോൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിയോൻ ജെറുസലേം എന്ന പട്ടണത്തിനുള്ളിൽ, ജെറുസലേം ഒരു വലിയൊരു ഏരിയയാണ്, അതിനകത്തുള്ള ഒരു ചെറിയ കോട്ട നഗരമാണ് സിയോൻ. നമ്മൾ പാട്ടിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിയോൻ എന്ന സ്ഥലം അതിനുശേഷം പിടിച്ചടക്കുകയാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ വായിച്ച ആ ഒരു ഭാഗത്ത് തന്നെ നമുക്കത് മനസ്സിലാകും. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ യെബൂസ്യരുടെ നേരെ ദാവീദ് പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എന്നിട്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തു? അത് പിടിച്ചെടുത്തു. അപ്പം നമ്മളോട് പലരും എന്തു പറയും? നമ്മളെ കൊണ്ട് ചിലതൊന്നും പറ്റില്ല എന്ന് പറയും. നമ്മൾ വിചാരിച്ചാൽ ഒരു കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ധാരാളം പേര് കാണും. അവർ പറയും, നമ്മളെക്കൊണ്ട് കഴിയില്ല, നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, നീ വിചാരിച്ചാൽ ഒരു കാര്യം നടക്കില്ല, നീ എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ്, നീ നിന്ദിതനാണ്, നീ വിചാരിച്ചാൽ ഒരു കാര്യവും ഈ ലോകത്ത് ചെയ്യാനായോ നിന്നെക്കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞാലും ദൈവത്താൽ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് ദാവീദ്. എല്ലാവരും അവനെതിരായി നിന്ന് നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ സിയോൻ കോട്ട പിടിച്ചടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, ദാവീദിനോട് എന്തു പറഞ്ഞു? നിന്നെക്കൊണ്ടിത് കഴിയില്ല. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ഇനി നമ്മൾ സിയോൻ്റെ 1-2 ചെറിയ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. സിയോനെ കുറിച്ച് നമ്മൾ പറയുന്നത് സങ്കീർത്തനം 2-ാം അധ്യായം 2-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം, സങ്കീർത്തനം 2 അതിൻ്റെ 6-ാമത്തെ വചനം, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. മനസ്സിലായോ? എൻ്റെ വിശുദ്ധ പർവ്വതം. സിയോൻ ആരുടെ വിശുദ്ധ പർവ്വതമാണ്? ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമാണ് സിയോൻ. സങ്കീർത്തനം 2:6 ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമാണ് സിയോൻ. അവിടെ ആരെ വാഴിച്ചിരിക്കുന്നു? ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആരെക്കുറിച്ച് പറയുകയാണ്? ദാവീദിനെ കുറിച്ച് പറയുകയാണ്. 2-ാമതൊരു ഭാഗം വായിക്കാം. സങ്കീർത്തനം 132:13. സങ്കീർത്തനം 132 അതിൻ്റെ 13-ാമത്തെ വചനം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങൾക്കൊരു പേര് പറയും. നിങ്ങൾക്കറിയാമോ? സിയോൻ ഗീതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? സിയോൻ ഗീതങ്ങൾ. ഇത്രയും സങ്കീർത്തനങ്ങളുടെ പേര് സിയോൻ ഗീതങ്ങൾ എന്നതാണ്. അപ്പോൾ സിയോന് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വായിക്കുന്നു 132-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും. ആരാണ് ഈ സിയോൻ എന്ന പ്രദേശത്തെ തിരഞ്ഞെടുത്തത്? ദൈവം ഏത് സ്ഥലത്തെ തിരഞ്ഞെടുത്തു? സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ആർക്ക് വസിക്കാൻ വേണ്ടിയാണ് സിയോൻ എന്ന സ്ഥലം തിരഞ്ഞെടുത്തത്? ദൈവത്തിന് വന്ന് വസിക്കാൻ വേണ്ടി. അതെന്നേക്കും ദൈവം പറയുന്നത് എൻ്റെ വിശ്രാമമാകുന്നു. ദൈവം വിശ്രമിക്കുന്ന സ്ഥലമാണ് സിയോൻ. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കുകയാൽ
ഞാൻ അവിടെ വസിക്കും. അപ്പോൾ ഈ സിയോൻ ഏത് പ്രദേശത്തിനുള്ളിൽപ്പെട്ട സ്ഥലമാണ്? ജെറുസലേമിൻ്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ് സിയോൻ. അപ്പോൾ ഹെബ്രോനിൽ നിന്ന് ഇപ്പോൾ എങ്ങോട്ടെത്തി? ജെറുസലേമിലെത്തി. ജെറുസലേമിനുള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടെത്തി. ആ സ്ഥലത്തിൻ്റെ പേരാണ് സിയോൻ. സിയോൻ്റെ പ്രത്യേകത, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലമാണ് സിയോൻ. 2, ദൈവത്തിൻ്റെ രാജാവിനെ വാഴിക്കുന്ന സ്ഥലമാണ് സിയോൻ. അതിലേറെ പ്രാധാന്യമുണ്ട്. ദൈവം വസിക്കാൻ വേണ്ടി, ദൈവത്തിന് വസിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് സിയോൻ. അങ്ങനെ സിയോന് 3 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ പ്രത്യേകത, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലമാണ് സിയോൻ. 2, ദൈവത്തിൻ്റെ കൃപയാൽ ഒരു രാജാവിനെ വാഴിച്ച സ്ഥലമാണ് സിയോൻ. 3, ദൈവ സാന്നിധ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഭൂമിയിൽ ദൈവം വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ഒരു ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് സിയോൻ. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ സിയോൻ ഗീതങ്ങൾ പാടി ഈ മലയിലേക്ക് പോകും. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അങ്ങനെയെങ്കിൽ ഈ സിയോണിലേക്ക് എന്തിനാണ് പോകുന്നത്? എന്താണ് സിയോൻ്റെ പ്രത്യേകത? ഇതാണ് നമ്മളിനി മനസ്സിലാക്കുക. എന്തിനാണ് സിയോനിലേക്ക് ദൈവത്തിൻ്റെ മക്കൾ പിന്നീട് പോയത്? ജെറുസലേമിലെ സിയോനിൽ എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2 ശമൂവേൽ 24 അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. 2 ശമൂവേൽ 24 അധ്യായം, 2 സാമുവേൽ ചാപ്റ്റർ 24. അവിടെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനായി ശ്രമിക്കുകയാണ്. 2 ശമൂവേൽ 24 അധ്യായം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദാവീദ് ദൈവഹിതപ്രകാരമല്ലാതെ യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും എണ്ണ എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവരുടെ സെൻസസ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ദൈവം പറഞ്ഞു അത് ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ദാവീദ് ദൈവത്തിന് വിരോധമായി അവിടെ നിന്നുകൊണ്ട് യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും നമ്പേഴ്സ് എണ്ണി തിട്ടപ്പെടുത്തി ഇവരെത്ര പേരുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. നമ്മൾ വായിക്കുക 24 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്ന് അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അങ്ങനെ ഒരു തെറ്റായ ഒരു ഡയറക്ഷൻ അദ്ദേഹത്തിന് കിട്ടുകയാണ്. അങ്ങനെ ഈ കാര്യം യോവാബിനോട് പറഞ്ഞു. നിങ്ങൾ വായിക്കുക, യോവാബിനോട് പറഞ്ഞു, ദാൻ മുതൽ ബേർഷേബ വരെയുള്ള എല്ലാ ഗോത്രങ്ങളെയും എണ്ണസംഖ്യ എന്നെ അറിയിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ യോവാബ് പറഞ്ഞു, യജമാനനെ, രാജാവിൻ്റെ കാലത്ത് തന്നെ നിൻ്റെ ദൈവമായ യഹോവ ഈ ജനത്തെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിൽ താല്പര്യപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ചു. അത് ന്യായമായ കാര്യമല്ല. ദൈവം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കും. എന്തിനാണ് ഇപ്പോൾ ഈ ജനങ്ങളുടെ സെൻസസ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. എങ്കിലും യോവാബ് അതിന് നിർബന്ധിതനായി. നമ്മൾ വായിക്കുന്നു, എന്നാലും യോവാബും പടനായകന്മാരും രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. കേട്ടോ. അപ്പോൾ യോവാബ് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, സെരൂയയുടെ മകനാണ്. എങ്ങനെയാണ് സൈന്യാധിപനായതെന്ന് മനസ്സിലായല്ലോ. ആരെ തോൽപ്പിച്ചത് കൊണ്ടാണ്? യെബൂസ്യരെ തോൽപ്പിച്ചത് കൊണ്ട് കിട്ടിയ റിവാർഡാണ് സൈന്യാധിപൻ എന്നൊരു റിവാർഡ് കിട്ടി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ പോയി സെൻസസ് എടുക്കണം. അദ്ദേഹം പറഞ്ഞു, തെറ്റാണ്, നേരായ രീതിയിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല. ദൈവമാണ് ഈ ജനത്തെ വർദ്ധിപ്പിക്കേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും അയാൾ അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ജനസംഖ്യ കണക്കെല്ലാം എടുത്ത് മടങ്ങി വന്നു. 10-ാമത്തെ വാക്യം എത്തുമ്പോൾ, എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോൾ ദാവീദിന് മനസ്സിലായി, ഞാൻ ചെയ്തത് വലിയൊരു പാപമാണ്. ഈ സമയത്ത് ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ, 11-ാമത്തെ വാക്യം, ദാവീദിൻ്റെ ദർശകനായ ഗാദ് എന്നൊരു പ്രവാചകനോട് ദൈവം സംസാരിച്ചു. അപ്പോൾ ദാവീദിൻ്റെ ദർശകനായ പ്രവാചകൻ്റെ പേരെന്താണ്? ഗാദ്. അപ്പോൾ ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പോയി ദാവീദിനോട് പറഞ്ഞു. 3 ഓപ്ഷൻസ് കൊടുത്തു. ഒന്നാമത്തെ ഓപ്ഷൻ 13-ാമത്തെ വാക്യം, 1, ദേശത്ത് 7 സംവത്സരം കഠിനക്ഷാമം ഉണ്ടാകും. 2-ാമത്തെ ഓപ്ഷൻ, 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരും. 3rd ഓപ്ഷൻ 13-ാമത്തെ അധ്യായം ലാസ്റ്റിലോട്ട് വന്നാൽ, ദേശത്ത് 3 ദിവസം മഹാമാരി ഉണ്ടാകും. ഇതിലേത് വേണമെന്ന് ചോദിച്ചു. മനസ്സിലായോ? ചെയ്തതൊരു ചെറിയ തെറ്റാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഒരു ചെറിയ തെറ്റ് പോലും ദൈവസന്നിധിയിൽ എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ കാര്യമായാലും ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്താൽ തെറ്റ് ദൈവസന്നിധിയിൽ തെറ്റ് തന്നെയാണ്. അപ്പം 3 ഓപ്ഷൻസ് കൊടുത്തു. ഒന്നാമത് 7 വർഷം കഠിനക്ഷാമം, അത് വേണോ? 3 മാസം ശത്രുക്കൾ നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വയ്ക്കും, അത് വേണോ? 3 ദിവസം ദേശത്ത് മഹാമാരി വരും, ഇതിലേത് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ മഹാമാരി അയച്ചു. 15-ാമത്തെ വാക്യത്തിൽ മഹാമാരി വന്നു. എത്ര പേര് മരിച്ചെന്നറിയാമോ? 70,000 പേർ. 1, 2 ഒന്നുമില്ല. ഒരാൾ ചെയ്ത തെറ്റിന് 70,000 പേര് മരിച്ചു. അങ്ങനെ സംഹാരദൂതൻ വന്ന് നിൽക്കുകയാണ്. സംഹാരദൂതൻ ജനത്തെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവദൂതൻ യെരുശലേമിനെ ബാധിക്കാനായിട്ട് കൈ പൊക്കിയ സമയം. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ദൂതൻ പോയി സംഹാരം നടത്തി. ഇനി അടുത്ത സംഹാരം നടത്തേണ്ട സ്ഥലം എവിടെയാണ്? ജെറുസലേം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന ഏത് സ്ഥലത്തെക്കുറിച്ചാണ്? ജെറുസലേമിനെ കുറിച്ചാണ്. അപ്പോൾ ജെറുസലേമിന് നേരെ ദൈവത്തിൻ്റെ ദൂതൻ കൈ ഉയർത്തി ജെറുസലേമിലുള്ളവരെ നശിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ വലിയൊരു ചേഞ്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇനി നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കണേ. അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൻ ജെറുസലേമിനെ ബാധിപ്പാൻ കൈ നീട്ടിയപ്പോൾ ദൈവത്തിന് ഒരു സങ്കടം വന്നു. ദൈവം അനുതപിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൂതനോട് പറഞ്ഞു, ജനത്തിൽ നാശം വരുത്തുന്ന ദൂതനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? മതി, നിൻ്റെ കൈ പിൻവലിക്കുക. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏത് സ്ഥലത്തെ നശിപ്പിക്കാൻ വേണ്ടി? ജെറുസലേമിനെ നശിപ്പിക്കാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞു, ജെറുസലേം ദൈവത്തിന് അത്രയും സ്നേഹമുള്ള സ്ഥലമാണ്. മനസ്സിലായോ? ബാക്കി എല്ലാ സ്ഥലങ്ങളെയും തൊട്ടാലും ജെറുസലേമിനോട് ഭയങ്കരമായൊരു സ്നേഹം ദൈവത്തിനുണ്ട്. കാരണം ജെറുസലേമിൽ ദൈവത്തിൻ്റെ മക്കളുള്ള സ്ഥലമാണ്, ദൈവസ്നേഹമുള്ള നഗരമാണ്. അവിടെ ദൈവം, ഞാൻ പറഞ്ഞല്ലോ, ദൈവം വിശുദ്ധീകരിച്ച ദൈവം സ്വീകരിച്ച സ്ഥലമാണ് ജെറുസലേം. അവിടെ തൊടാനായിട്ട് വന്നപ്പോൾ ദൈവത്തിനൊരു സങ്കടം തോന്നി. അയ്യോ, അത് വേണ്ട. ദൈവത്തിൻ്റെ ദൂതനോട് കൈ തിരിച്ചു പിടിക്കാനായിട്ട് പറഞ്ഞു. ഈ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ നിന്നിരുന്ന ഒരു സ്ഥലമുണ്ട്. അത് ദൈവത്തിൻ്റെ ദൂതൻ യെബൂസ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായല്ലോ. യെരുശലേമിൽ ഇപ്പോഴും താമസിക്കുന്നവർ ആരുണ്ട്? യെബൂസ്യരുണ്ട്. അവരെ ആക്രമിച്ചു, അവിടെ കയ്യേറി, അവർ അവിടെയായിട്ട് ഇപ്പോഴും പാർക്കുന്നുണ്ട്. യെബൂസ്യനായ അരബ്ന. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ ഒർണാൻ എന്ന് പറയും. 2 പേര് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേര് ഫോളോ ചെയ്ത് പോകുന്നു. എന്താണ് പേര്? യെബൂസ്യനായ അരബ്ന. അദ്ദേഹത്തിൻ്റെ മെതിക്കളത്തിനരികെയാണ് ദൈവത്തിൻ്റെ ദൂതൻ നിന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഗാദ് പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, ഒരു വഴിയുണ്ട്, നീ പോയി യെബൂസ്യനായ അരബ്നയിൽ നിന്ന് ആ സ്ഥലത്ത് ഒരു യാഗപീഠം പണിയണം. യാഗപീഠം പണിതാൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ കൈ ദൈവം എന്ത് ചെയ്യില്ല, ഇനി നാശത്തിന് വിട്ടുകൊടുക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പിടി കിട്ടിയോ? അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? യെബൂസ്യനായ അരബ്നയുടെ കളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ജെറുസലേമിലാണ് ആര് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുന്നത്. അപ്പോൾ നേരെ ദാവീദ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി യെബൂസ്യനായ അരബ്നയോട് പോയി പറഞ്ഞു, എനിക്കിവിടെ ഒരു യാഗപീഠം പണിയണം. അദ്ദേഹം പറഞ്ഞു, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, 24-ാമത്തെ വാക്യത്തിൽ രാജാവ് അരബ്നയോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല. അങ്ങനെ ദാവീദ് ആ കളത്തെയും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളെയും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു? അരബ്നയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അവിടെ ഏകദേശം നല്ല കോസ്റ്റ് കൊടുത്തിട്ടാണത് വാങ്ങുന്നത്, അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. അപ്പോൾ യഹോവ ആരുടെ പ്രാർത്ഥന കേട്ടു? 25-ാമത്തെ വാക്യം, യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. മനസ്സിലായോ? ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രായേലിനെ വിട്ടുപോയി. അപ്പോൾ ആ ദേശത്ത് മുഴുവൻ പ്രശ്നം വന്നപ്പോൾ ഒരു ദേശത്തെ മാത്രം തൊട്ടില്ല. ആ ദേശത്ത് ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ പ്രദേശത്ത് നിന്ന് സംഹാരദൂതനെ ദൈവം പിൻവലിച്ചു. അപ്പോൾ അത്രയ്ക്ക് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഏത്? ജെറുസലേമിനുള്ളിൽ
സിയോൻ. ഇനി അതിൻ്റെ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 2 ദിനവൃത്താന്തം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാം വാക്യം. ഏതാണ് ഈ സ്ഥലമെന്ന് നമുക്ക് മനസ്സിലാകും. വായിക്കട്ടെ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർണാൻ്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. ഈ സ്ഥലത്താണ് ഏത് പണിയുന്നത്? ജെറുസലേം ദൈവാലയം പണിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ടോ? ഒരു സ്ഥലം യെബൂസ്യരുടെ കയ്യിൽ നിന്ന് ജെറുസലേം കൈവശപ്പെടുത്തി, അതിനുള്ളിൽ സിയോൻ, അതിനുള്ളിൽ പെടുന്ന ഒർണാൻ എന്ന മനുഷ്യൻ്റെ കയ്യിലിരുന്ന ഒരു സ്ഥലം, അതെടുത്ത് ദാവീദ് അതിനെ വിലയ്ക്ക് വാങ്ങി. ദാവീദ് ആദ്യം അവിടെ ഒരു ചെറിയൊരു യാഗപീഠം പണിത് ആരാധിക്കുകയാണ്. ആ സ്ഥലം ദൈവം പിന്നീട് ജെറുസലേം ദൈവാലയം പണിയുന്നതിന് വേണ്ടി എടുത്തു. അപ്പോൾ അത്രയും ദാവീദിനെ കൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ദാവീദിൻ്റെ പട്ടണമായ ജെറുസലേം ദൈവം തിരഞ്ഞെടുത്തു. അവിടെ എന്ത് പണിയണം? അവിടെ ഒരു ആലയം പണിയേണ്ട സ്ഥലമാണ്. അപ്പോൾ ദൈവത്തിന് നേരത്തെ പദ്ധതിയുണ്ട്. മനസ്സിലായോ? ദൈവം അത്രയും പ്ലാൻഡാണ്. അവിടെ ഒരു സംഹാരദൂതൻ വരുന്നു, ആ സ്ഥലത്തെ മാത്രം സംഹരിക്കുന്നില്ല, അവിടെ നിന്നൊരു സ്ഥലം വാങ്ങുന്നു, ആ സ്ഥലത്ത് ദൈവാലയം പിന്നീട് പണിയുന്നു. അപ്പോൾ ഇനി ഒരിക്കലും മറന്നു പോകരുത്, യെരൂശലേം ദൈവാലയം പണിയുന്നതിന് എങ്ങനെയാണ് സ്ഥലം കിട്ടിയതെന്ന് ഇനി മറക്കുമോ? ഇല്ല. അപ്പോൾ ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്ത് പറയുകയാണ്, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിന് സ്വസ്ഥത വന്നു. പിന്നീട് ശലോമോൻ ദൈവാലയം പണിത് കഴിയുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ ദേശത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു മഹാമാരി വന്നു കഴിഞ്ഞാൽ, ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻ്റെ നാമം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ നിങ്ങൾ വന്ന് മുഴങ്കാലം മുടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇതിലുള്ള ജാതിയായും അന്യജാതിക്കാരനായാലും ആരായാലും ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയിരിക്കും. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതാണ് 132-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്. ഈ സ്ഥലം ആരുടെ സ്ഥലമാണ്? ദൈവം മുന്നമേ കണ്ട സ്ഥലമാണ്. ഈ സ്ഥലം ദൈവത്തിൻ്റെ നാമം, യഹോവയുടെ നാമം വയ്ക്കുന്നതിന് വേണ്ടി ദൈവം കണ്ട സ്ഥലമാണ്. അത്രയും വിശുദ്ധിയുള്ള ഒരു സ്ഥലമാണ്. ഏത് സ്ഥലം? ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, യെബൂസ്യർക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ഈ സ്ഥലം ആരെടുക്കുകയാണ്? ദൈവം എടുക്കുകയാണ്. ആർക്ക് വേണ്ടി? ദൈവാലയം പണിയാൻ. പിന്നീടാണ് ദാവീദിൻ്റെ നഗരമായ ജെറുസലേം. ഇനി ഇതിൻ്റെ കണക്ഷൻ കിടക്കുന്നത് എവിടെ നിന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ദാവീദിൻ്റെ ആണ് ആരുണ്ടാകുന്നത്? കർത്താവായ യേശു ക്രിസ്തു. യേശു എങ്ങോട്ടാണ് യേശുവിനെ കൊണ്ടുപോകുന്നത്? ഈ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് യേശുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. ജെറുസലേം ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് യേശു പോകുന്നുണ്ട്, അല്ലേ? യേശു ജെറുസലേമിനെ ചുറ്റിപ്പറ്റി യേശു ജീവിക്കുന്നുണ്ട്, അല്ലേ? ദാവീദിൻ്റെ പട്ടണമായ ജെറുസലേമിലാണ് യേശുവിൻ്റെ ഒട്ടുമിക്ക സമയവും യേശു സ്പെൻഡ് ചെയ്യുന്നത്. ഒടുവിൽ അവിടെയാണ് യേശു ജയിക്കുന്നത്. യേശുവിനെ കൊണ്ടുപോകുന്നത് ആ പട്ടണത്തിലെ ഒരു മലയുടെ മുകളിലേക്കാണ്, കാൽവരി. അപ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദാവീദ് അന്ന് പിടിച്ചടക്കിയ ഈ പട്ടണം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമായി ദൈവം മാറ്റിവെച്ചിട്ടുള്ളത്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം, അങ്ങോട്ട് പോകുന്നില്ല. 1 രാജാക്കന്മാർ 9:21. 1 രാജാക്കന്മാർ 9-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഒന്ന് രാജാക്കന്മാർ 9:21. ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാത്ത പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഊഴിയ വേലക്കാരാക്കി. അതിലാരൊക്കെ വരും? 20-ാമത്തെ വാക്യത്തിൽ വായിച്ച്, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, പിന്നെയോ യെബൂസ്യർ. ഇങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കാൻ കഴിയാത്തവരെയും ദേശത്ത് ശേഷിച്ചിരുന്ന സകലരെയും ശലോമോൻ പിന്നെ ആരാക്കി മാറ്റി? അവരെ ഊഴിയ വേലക്കാരാക്കി മാറ്റുകയാണ്. ഊഴിയ വേല എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിർബന്ധിതമായ ജോലിക്ക് വേണ്ടി മാറ്റുകയാണ്. ഇവരെ വച്ചിട്ടാണ്
പിന്നീട് പല കൺസ്ട്രക്ഷനും നടത്തിയിട്ടുള്ളത്. മതിലുകൾ പണിയുന്നത്, കോട്ടകൾ പണിയുന്നത്, ദൈവാലയ നിർമ്മാണം, ഇങ്ങനെ ശലോമോൻ പലയിടങ്ങളിലൊക്കെ മന്ദിരങ്ങൾ പണിതിട്ടുണ്ട്, പലയിടങ്ങളിൽ വസതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജെറുസലേം ദൈവാലയം ഇങ്ങനെയുള്ള പല കൺസ്ട്രക്ഷന് വേണ്ടി ഇവിടെ കിടന്ന യുവന്മാരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ശലോമോൻ രാജാവ് ഉപയോഗിച്ചിട്ടുണ്ട്. അവരെയും ദൈവത്തിന് വേണ്ടി പിന്നീട് ശലോമോൻ പ്രയോജനപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യമുള്ളവരോട് കൂടെ വസിച്ചു കഴിഞ്ഞാൽ അവരെയും ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റാനായി സാധിക്കും. ഇനി നമ്മൾ വീണ്ടും നമ്മൾ വായിച്ച 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വന്നിട്ട് നമ്മൾ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 8-ാമത്തെ വാക്യം, അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടെ കയറി ദാവീദിന് വെറുപ്പുള്ള മുടന്തന്മാരെയും കുരുടന്മാരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം 9-ാം വാക്യം, അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് അതിൻ്റെ ചുറ്റിലും ഉള്ളിലോട്ടും എല്ലാം കോട്ടകളും കോട്ടവാതിലുകളും എല്ലാം നിർമ്മിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. അപ്പോൾ ദൈവസാന്നിധ്യം ആരോട് കൂടെ ഉണ്ടായിരുന്നു? ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവസാന്നിധ്യം ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണ്? ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും നിന്നു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവം നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പൂർണ്ണമായി സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളതിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ദാവീദ് ഹെബ്രോനിൽ വെച്ച് എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലെ മൂപ്പന്മാരോട് മധ്യത്തിൽ ഉടമ്പടി ചെയ്ത് എല്ലാ ഇസ്രായേലിനും രാജാവായി തീർന്നു. അങ്ങനെ 40 വർഷം രാജാവായി. ഇതിൽ 7 വർഷവും 6 മാസവും ഹെബ്രോനിൽ യഹൂദയ്ക്ക് രാജാവായിരുന്നു. ബാക്കി 33 വർഷം എല്ലാ ഇസ്രായേലിനെയും അദ്ദേഹം ഭരിച്ചു. എന്നിട്ട് രാജ്യ തലസ്ഥാനം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹം ക്രമീകരിക്കുകയാണ്. ഈ രാജ്യ തലസ്ഥാനമായി സ്വീകരിക്കുന്നത് യെബൂസ്യരുടെ പട്ടണമായ ജെറുസലേമായിരുന്നു. ആ ജെറുസലേമിലേക്കുള്ളിൽ സിയോൻ കോട്ട, അതിനുള്ളിൽ ഒർണാൻ്റെ കളം. അവിടെയാണ് പിൽക്കാലത്ത് ദൈവത്തിൻ്റെ ആലയമായ ജെറുസലേം ദൈവാലയം നിർമ്മിക്കാനായി ശലോമോനിലൂടെ ഇടയായത്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ആ സ്ഥലത്തെ സ്വീകരിച്ചു. ദാവീദ് അതിന് തലസ്ഥാന നഗരമാക്കി ദാവീദിൻ്റെ പട്ടണം എന്ന പേരിൽ മാറ്റിയെടുത്തു. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ ശലോമോൻ്റെ കാലഘട്ടത്ത് ഊഴിയവേലക്കാരായി നിയമിച്ചു. ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഏകദേശം 12 ഗോത്രങ്ങൾക്ക് നടുവിൽ വരുന്ന ഒരു പ്രദേശമാണ്. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം മറ്റെല്ലാ സ്ഥലങ്ങളും വേഗത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. അപ്പം ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം സെൻറ്ററിൽ വരുന്ന ഒരു പോർഷനാണ് ഏത്? ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നിട്ട് പോകാനായിട്ട് കഴിയുന്ന സെൻറ്ററിലുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതാണ് രാജ്യ തലസ്ഥാനം. അതുപോലെ ഇസ്രായേലിൽ എത്ര ഗോത്രങ്ങളുണ്ട്? 12 ഗോത്രങ്ങളും അവർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇവർക്കെല്ലാം വേഗത്തിൽ വരാനും പോകാനും എല്ലാ സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ട്രൈബ്സിനെയും എല്ലാ ഗോത്രങ്ങളെയും ഭരണപരമായി വേഗത്തിൽ നിയന്ത്രിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന നടുവിലുള്ള ഒരു സ്ഥലമാണ് ഏത്? ജെറുസലേം. നമ്മൾ ഈ താമര കണ്ടിട്ടുണ്ടോ? താമര. അപ്പോൾ ഈ താമരയുടെ നടുക്കുള്ള ഒരു പോർഷൻ പോലെ ഓൾമോസ്റ്റ് ഇരിക്കും. നമ്മൾ താമര നോക്കിക്കഴിഞ്ഞാൽ അതിന് നടുക്ക് കുറച്ച് എന്താ പറയുക, പൂമുട്ടയ്ക്ക് എന്തായിരിക്കും, കുഞ്ഞു കുഞ്ഞു ചെറിയ സാധനങ്ങളുണ്ടല്ലോ, അതിരിക്കുന്നത് പോലെ നടുക്കാണ് ഏതിരിക്കുന്നത്? ജെറുസലേം ഇരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി സ്ഥലങ്ങളും ബാക്കി 12 ഗോത്രങ്ങൾക്കുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് ഇത്, അത്രയും സെൻട്രലാണ്. അപ്പോൾ ദൈവം ആ സ്ഥലം സ്വീകരിച്ചു. അവിടെയാണ് ഏത് പണിയുന്നത്? ദൈവാലയം പണിയുന്നത്. അങ്ങനെ ജനത്തെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായി വച്ചിട്ടുള്ള വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.